പൊന്നു സ്വാമി എന്തേലും ഒരു വഴി സെറ്റാക്കി തരണം. തള്ളനെ കൊണ്ട് ഒരു മിനിറ്റ് പോലും നിൽക്കാൻ പറ്റുന്നില്ല. അതെന്താ പുതിയ പ്രശ്നം? പ്രശ്നം കൊറേ കാലായി തുടങ്ങിയിട്ട്. എന്റെ ഉമ്മനെയാണ് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ അങ്ങോട്ട് തിരിഞ്ഞാലും കുറ്റം, ഇങ്ങോട്ട് തിരിഞ്ഞാലും കുറ്റം. ഒന്നും ചെയ്യാൻ പാടില്ല, ഒന്നും പറയാൻ പാടില്ല, ആ വീട്ടിലൊന്നും വിറ്റുണ്ടാക്കാൻ പാടില്ല. എന്റെ പൊന്നു സ്വാമി ഉള്ള സ്വത്തും മുതലും ഇപ്പൊ ആ ചെക്കൻക്ക് എഴുതി കൊടുക്കും വേണ്ടാ നിക്കണത്. സംഭവം എന്റെ ആങ്ങളെയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. കിട്ടണേല് മൂപ്പനൂര് മേടിച്ചിരിക്കണോനാ ഓന്. ആകെ ഉള്ളത് കുറച്ചാ. അതിന്നുള്ളത് ഉമ്മ കൊടുക്കുന്ന പറഞ്ഞ പിന്നെ ഞാനൊക്കെ എന്താ ചെയ്യാ? എന്റെ കുൽസുക്ക് എന്റെ മടുവായിട്ട് പറയാൻ പറ്റുമോ? കുറച്ച് എനിക്ക് തരുന്നത് അതൊക്കെ നിങ്ങളെ കുടുംബകാര്യങ്ങളല്ലേ. എന്റെ പൊന്നു സ്വാമി ആകെ ഉള്ളത് നിങ്ങളൊരു ആശ്രയം മാത്രമാണ് കേട്ടാ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് എന്നോട് പറയാം. അതിന് ഞാനൊരു തകട അല്ലെങ്കിൽ ഒരു ഏലസാണ് തരും. എന്റെ ഉമ്മാനെ എങ്ങനെയെങ്കിലും ഒന്നെങ്കിൽ നടു വളച്ചടക്ക് എടുത്തണം. അല്ലേ ഈ താഴെ കുട്ടികൾ വർത്താനം പറയണ്ടല്ലോ. മകളുടെ കുട്ടികളാ. വാസന്തിയെ ആ കുട്ടികളോടൊന്നും മിണ്ടാണ്ടിരിക്കാൻ പറയേ. ആ അത് വേറെ കുട്ടികൾ വന്നിട്ടുണ്ടേ. അതെ അതെ. എങ്ങനെയെങ്കിലും ഉമ്മാനെ നടു തളർത്തി അവിടെ ഇടണം. ഉമ്മയുടെ നാവിന് പൊന്താൻ പാടില്ല, കൈ തീരും പൊന്തരുത്. അല്ലെങ്കിൽ എന്റെ അമ്മ ഈ ദുനിയാവിൽ ഉണ്ടാവാൻ പാടില്ല. ഇതിൽ എന്തെങ്കിലും നടക്കണം. എന്റെ കുൽസോ ഇതൊക്കെ ആഭിജാത്യം എന്നാണ് ഇതിന് പറയുന്നത്. അത് ചെയ്യാൻ പാടില്ലാത്ത. അങ്ങനെയൊന്നും ഇല്ല എന്റെ പൊന്നു സ്വാമി. അങ്ങനെ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരും. എനിക്ക് ആ സ്വാമി അല്ലാണ്ട് വേറെ ആരുള്ളത് ഇല്ല. ആങ്ങളോട് പോലും പറയാൻ പറ്റില്ല. കിട്ടണ ഉമ്മടത്ത് നോക്കിക്കൊണ്ടിരിക്കുക. ഇതെന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ എന്റെ മക്കള് വെള്ളത്തിലാവും. ഇതൊന്നും ഒരു കാര്യം ഞാൻ പറയാം. ഇതെന്റെ വീട്ടിലൊരു പ്രശ്നം എനിക്ക് തന്നെ തീർക്കാവുന്നതിലുള്ളവിടെ നടക്കില്ല സ്വാമി. ഉമ്മാക്ക് കൗത്തിന് ചുറ്റും നാവാണ്. ഉമ്മടൊന്നും പറയാൻ പറ്റുന്ന അവസ്ഥയാണ്. ഉമ്മാനേക്കാളും വലിയ നാവുണ്ടല്ലോ എനിക്ക്. പിന്നെ എന്തിനാ അത്ര വലിയ പ്രശ്നം അവിടെ? ഇന്നേക്കാളും വലിയ നാവ് ഉമ്മാക്കാണ് സ്വാമി. നമ്മൾ തമ്മിൽ കുറെ കാലായില്ലേ ഈ ഒരു പരിപാടി തുടങ്ങിയിട്ട്. സാമിയുടെ അടുത്തേക്ക് ഞാൻ എന്ന് വന്നു തുടങ്ങിയോ അന്ന് മുതൽക്കൊക്കെ നല്ലതേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പൊ ലാസ്റ്റ് എന്റെ ഭർത്താവിന്റെ ജോലി, ശമ്പളം ഇതും കൂടി ഒന്ന് ശരിയാക്കണം. എന്റെ ഉമ്മാനെ നടുവും തല്ലി കെടുത്തണം. ഇല്ലെങ്കിൽ ആ തള്ള ഈ ദുനിയാവിട്ടിട്ട് പോണം. അല്ലാണ്ട് പിടിച്ചിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് അനങ്ങാൻ നിവർത്തിയില്ല, വെച്ചുണ്ടാക്കാൻ നിവർത്തിയില്ല, മക്കൾക്ക് കൊടുക്കാൻ നിവർത്തിയില്ല. ഒക്കത്തിനും കുറ്റാണ്. പോരാത്തതിന് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ എഴുതി കൊടുക്കുന്ന ഒരു ഭീഷണി. അതും കൂടി ആകെ ഉള്ളത് പെരെ. ആ എന്റെ കാലമാടൻ ഭർത്താവ് കംപ്ലീറ്റ് സാധനങ്ങൾ കൊണ്ടേ പണയം വെച്ച്. ഈ ഒരു പണി ഞാനൊരു തകിട് റെഡിയാക്കി വെക്കാം. അതൊരു സമയം എടുക്കും. കുറച്ച് പൂജ ഒരാഴ്ചയെങ്കിലും വേണം. അത് ഒരാഴ്ച, ഒരു 2 ആഴ്ച എടുക്കും. അത് കാരണം പൂജിക്കാനുണ്ട്. അപ്പോ ഞാൻ ചെയ്യാൻ പാടില്ലാത്താണ് ചെയ്യണത്. മനസ്സിലാക്കണം കേട്ടാ. ഇത് ഞാൻ തന്നാന്നുള്ളത് ഒരിക്കലും അതൊക്കെ അറിയാം. പൈസ ഉണ്ട് എന്നുള്ളതൊക്കെ അറിയാം. പക്ഷെ ഇത് ഞാൻ തന്ന ആരോടും പറയാനും പാടില്ല. ഒരു 2 ആഴ്ചയ്ക്ക് കാത്തിരിക്കും. ഇപ്പൊ ഒരാഴ്ച 2 ആഴ്ച ആയാ? കുറച്ച് 2 ആഴ്ച എന്ന് ഞാൻ പറഞ്ഞാണ്. ചിലപ്പോ അതിന്റെ ഉള്ളിൽ ശരിയാവും, ഞാൻ വിളിക്കാം. പക്ഷെ അതിനുള്ളിൽ ഒരു കാര്യം ചെയ്യും. എന്താ? ഈ ഉമ്മാനെ നന്നായി ഒന്ന് സൂചിപ്പിക്കാന്ന് പറയുമ്പോ ഉമ്മാക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, ഉമ്മ പറഞ്ഞ പണിയൊക്കെ ചെയ്യുക. അതൊക്കെ ചെയ്താലേ ഈ ഏലസ് ശരിയാവുള്ളൂ. ഏലസല്ല ഈ തകിട്. അതൊക്കെ തന്നെ ഈ പൂജയുടെ ഒരു ഭാഗമാണ്. ഉമ്മയുടെ മനസ്സ് നമ്മളുടെ എടുക്കണം. ഉമ്മക്ക് എന്നോടൊരു സന്തോഷം തോന്നും. ഉമ്മാനെ കണ്ട ഉമ്മ വരെയും ചായ റെഡിയാക്കി ഇട്ടാന്നിട്ട് ചായ കൊണ്ടു കൊടുക്കുക രാവിലെ. ഉമ്മാക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കി കൊണ്ടു കൊടുക്കുക. ഉമ്മാരുടെ ഡ്രസ്സൊക്കെ ഈ തിരുമ്പി കൊടുക്കുക. അതൊക്കെ ചെയ്യ മനസ്സോടാണ് ചെയ്തോ. കാരണം അത് ഉമ്മാടെ മനസ്സ് എൻ്റെ അടുത്തേക്ക് വന്നാലേ ഈ തകിട് ചെയ്തു. ഞാൻ വേറെ 2-3 ആൾക്കാർ ചെയ്തു കൊടുത്തുള്ളതാണ്. അതുകൊണ്ടാ പറയുന്നത്. അത് പറഞ്ഞാണ്ട് ഞാനോട് പറഞ്ഞട്ടാ. അപ്പൊ ഉമ്മാനെ നാളെ മുതല് അല്ല ഇന്ന് മുതല് അങ്ങനെ സ്നേഹിച്ച് കൊല്ലണം. അത് യഥാർത്ഥം നമുക്ക് തോന്നാൻ പാടുള്ളൂ. മനസ്സിലായില്ലേ? ഒരു കൃത്രിമം അങ്ങനെ തോന്നാൻ പാടില്ല. ഉമ്മ ശരിക്കും എന്നോട് സ്നേഹിക്കണം. എന്നിട്ട് ഈ ഒരു 2 ആഴ്ച കണ്ടിട്ടുള്ള ഈ സാധനം എത്ര റുപ്യാവും? അതൊക്കെ ഞാൻ അത് ഉണ്ടാക്കിയിട്ട് പൂജക്ക് കഴിഞ്ഞതിന് ശേഷം എനിക്ക് എന്നോട് പറയാം. അപ്പൊ തന്നാ മതി
ട്ടോ. അപ്പൊ ഇന്ന് മുതൽ ഉമ്മാനെ അങ്ങോട്ട് സ്നേഹിക്കണം. ശരി. ഉമ്മാക്ക് 3 നേരം ഭക്ഷണം കൊടുക്കണം. ആ താഴെ ഡ്രസ്സ് തിരുമ്പണം. കുളിപ്പിക്കണം, കുളിപ്പിക്കല്ല, ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കും ചൂടുവെള്ളം ഉണ്ടാക്കി കൊടുക്കണം. കുളിക്കാൻ ട്ടോ. ഉമ്മാക്ക് ഇഷ്ടാ. പിന്നെ വൈകുന്നേരം കെടുക്കാൻ നേരത്ത് പായ കട്ടിൽ വിരിച്ചു കൊടുക്കുക, അതിൽ ഷീറ്റ് വിരിച്ചു കൊടുക്കുക, തലണയുടെ കവറ് മാറ്റി കൊടുക്കുക. ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഉമ്മാക്ക് എന്നോട് പ്രത്യേക ഒരു സ്നേഹം തോന്നും. എത്ര സ്നേഹം തോന്നുന്നു അത്രയും ഈ തകിടിന് ശക്തി കൂടും. ഇത് ഞാൻ പൊളിച്ചിരിക്കും. ശരി എന്നാ. അപ്പൊ പോരാ ദക്ഷിണയും കാര്യങ്ങളൊക്കെ. അത് മതി, ഞാൻ പറയാം, അത് കഴിഞ്ഞിട്ട് പറയാട്ടോ. ശരി എന്നാ ശരിട്ടാ. സെറ്റാക്കി തരാം. അല്ല കുൽസോ, 2 ആഴ്ച ആയില്ലല്ലോ. എന്റെ പൊന്നു സ്വാമി, ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാ. അവിടെ കട്ടെ, സാധനമൊക്കെ ശരിയായിട്ടുണ്ട്. പൂജയൊക്കെ ചെയ്ത് ഇത് ഉമ്മ കിടക്കുന്ന റൂമിന്റെ വലത്തെ മൂലയിൽ, അത് വലത്തെ മൂല എന്ന് പറഞ്ഞാൽ ആ വാതിലിൽ അവിടെ നോക്കുമ്പോ വലത്തെ മൂലയിൽ വെച്ച് കഴിഞ്ഞാല് വേണ്ട വേണ്ട, ഇതിപ്പോ വേണ്ട. പൈസ നിങ്ങൾക്ക് എത്രയാച്ച ഞാൻ തരാം, പക്ഷെ ഇതൊക്കെ വേണ്ട. എന്താ വേണ്ട? എന്റെ പൊന്നു സ്വാമി, ഇത്രയും കാലം ഞാൻ എന്റെ അമ്മാനെ ശത്രുവിനെ പോലെ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഉള്ള ഈ ഒരു 1.5 ആഴ്ച ഞാൻ എന്റെ അമ്മാനെ പട്ടുപോലെ സ്നേഹിച്ചപ്പോ എന്റെ അമ്മ എന്നെ പൊന്നുപോലെ തിരിച്ച് സ്നേഹിക്കണത്. ഇപ്പൊ എന്റെ അമ്മക്ക് ഞാൻ എന്റെ മക്കളും മാത്രം മതി. എന്റെ ആങ്ങളെ വേണ്ട, ബാക്കിയുള്ളവരാരും വേണ്ട. എന്റെ അമ്മയുടെ സ്നേഹം എപ്പോഴൊക്കെ മനസ്സിലായത്. ഇത്രയും കാലം പ്രശ്നക്കാരി എന്റെ അമ്മ അല്ലായിരുന്നു, ഞാനാണ്. എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിണ്ടായിരുന്നത് ഞാനാണ്. അത് ഇപ്പോഴൊക്കെ മനസ്സിലായത്. സ്വാമി പറഞ്ഞല്ലോ എന്റെ അമ്മാനെ സ്നേഹിക്കാന്. ഞാൻ എന്റെ അമ്മാനെ നന്നായിട്ട് സ്നേഹിച്ച്. രാവിലെ ചായ കൊടുത്ത്, ഉച്ചക്ക് ചോറ് കൊടുത്ത്, അതിന്റെ ഡ്രസ്സൊക്കെ തിരുമ്പി കൊടുത്ത്, അതിനെ കുളിപ്പിച്ചു കൊടുത്ത്. അപ്പൊ അതിനോട് എന്തൊരു കരുണ, എന്തൊരു സ്നേഹ. എന്റെ മക്കളൊക്കെ കുടിക്ക് വരുമ്പോ അതിന് എന്തൊരു പുന്നാര, എന്തൊരു ഇഷ്ടാന്നറിയോ. അതിനൊക്കെ വേണ്ടി തന്നെയാണ് നിന്നോട് ഞാൻ പറഞ്ഞത്. എന്റെ അമ്മ ഇനി കൊല്ലാൻ പറ്റൂല. എന്റെ അമ്മ എന്റെ കൂടെ ഇനി കലാകാലങ്ങൾ എന്റെ കൂടെ നിൽക്കണം. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ മനസ്സ് സ്നേഹിക്കാൻ പറഞ്ഞത്. ഉമ്മയുടെ മനസ്സും മാറും, നിന്റെ മനസ്സും മാറും. എന്റെ അമ്മയുടെ മനസ്സും, എന്റെ അമ്മല്ല തെറ്റുകാരി, ഞാനാണ് തെറ്റുകാരി. എന്റെ മനസ്സാണ് ഇവിടെ മാറിയിരിക്കണത്. എന്റെ പാവം ഒരു തെറ്റും ചെയ്തിട്ടില്ല. പിന്നെ എന്നോട് ഞാൻ ഒരു സത്യം പറയട്ടെ. എന്നുവെച്ചാല് ഒരാൾക്കും ഒരാളെ കൊല്ലാനുള്ള ഒരു തകിടും ഇതൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ജീവൻ എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിന്റെ, കുരിശന്റെ ബാക്കി പറഞ്ഞാൽ പടച്ചവന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അത് നമ്മൾ തകിടിൽ എഴുതിയിട്ട് അവിടെ കൊണ്ട് കുഴിച്ചിട്ടാലും ഒരാൾ മരിക്കാൻ പോകുന്നില്ല. പിന്നെ ആരെങ്കിലും അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവരാൾക്കാരെ പറ്റിക്കുകയാണ്. മനസ്സിലായില്ലേ? അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഇത് ഞാൻ നിനക്കെന്ന് പറഞ്ഞ് ഉണ്ടാക്കി തന്നുള്ളത് തകിടൊന്നും അല്ല. ഇത് കണ്ടില്ലേ? നിന്റെ മനസ്സ് മാറും, നിന്റെ ഉമ്മാന്റെ മനസ്സ് മാറും ഒക്കെ അറിയാം. ഇത് ചെറിയൊരു നാണയമാണ്, അത്രേ ഉള്ളൂ, തകിടൊന്നല്ല. എന്റെ അമ്മക്കൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ? ഇല്ലല്ലോ, ഒന്നും ചെയ്തിട്ടില്ല ഞാന്. അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നല്ലൊരു ജോലിസിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ ഇക്കണ്ട കാലൊക്കെ തന്നതൊക്കെ തകിടതൊക്കെ അത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലേ. ഭർത്താവിന് ശമ്പളം കൂടണം, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ ചെയ്യാൻ പറ്റും. ഇതിപ്പോ കൊണ്ടുപോയി എന്റെ അമ്മക്കൊന്നും പറ്റില്ലല്ലോ. ഇല്ല, ഇതൊരു സ്വർണ്ണ നാണയമാണ്. ഞാൻ തരുന്നത് ചെറിയ 1 ഗ്രാമിന്റെ കേട്ടാ. അത് കൊണ്ടുപോയിട്ട് ഇമ്മ കണ്ട് കൊടുത്താൽ നമുക്ക് സന്തോഷമായിക്കോളും. ഇപ്പൊ ഉള്ളതിനേക്കാൾ ഇരട്ടി സന്തോഷമാണ്. ചിലപ്പോ ആ സ്വത്ത് മുഴുവൻ കണ്ട് എഴുതി തരും. അല്ല, സ്വത്തൊന്നും വേണ്ട. എന്റെ ഉമ്മ തന്നെയാണ് എന്റെ സ്വത്ത്. എനിക്ക് സ്വത്തൊന്നും ഇഞ്ഞൊരു വേണ്ട. കണക്ക് എന്റെ വാപ്പായിട്ട് ഇഷ്ടംപോലെ സ്വത്ത് തന്നുണ്ട്. അതൊക്കെ എന്റെ കയ്യിലിരിപ്പോണ്ട് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയി മാറി. അതൊക്കെ ഇപ്പോഴാണ് അതൊക്കെ മനസ്സിലായത്. പക്ഷെ എന്റെ മക ദീർഘായുസ് ഉണ്ടാവണേന്നാണ് ഇപ്പൊ എന്റെ പ്രാർത്ഥന. തീർച്ചയായിട്ടും അതിന് നമുക്കൊരു തകിട് എഴുതാം. ആയിക്കോട്ടെ, എന്നാ ഞാൻ പിന്നെ വരട്ടെ. എന്നാ ശരി, എന്നാ പോട്ടെട്ടാ. അപ്പൊ അത് മര തിരക്കാണ്ട് തൊട്ടില്ലല്ലേ? ആയിക്കോട്ടെ, ശരി. അപ്പൊ ഇതിന് വേണ്ട ചെലവിന്റെ ചെറിയൊരു പൈസ തരേണ്ടവരും ഞാൻ പറയാം. സ്വർണ്ണ നാണയം ആയിക്കോട്ടെ. നിങ്ങൾ എത്രയെന്ന് വെച്ചാ പറഞ്ഞാൽ മതി. എനിക്ക് എന്റെ അമ്മാനെ തിരിച്ചിട്ടിയല്ലോ. അത് നിങ്ങൾ ആള് പറഞ്ഞോണ്ടാണ്. അല്ലാ.